ആ പ്രീതി നമ്മുടെ വേട്ടമൃഗമായി മാറിക്കഴിഞ്ഞു. അതിൽ തെറ്റ് അവളുടെ മാത്രമാണ്. അവൾ സ്വയം ആപത്ത് ക്ഷണിച്ചു വരുത്തുകയാ. എന്റെ സന്തോഷം, നിന്റെ സമാധാനം എല്ലാം നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് അവള്. അതുകൊണ്ട് അവൾക്ക് പണി ഞാൻ കൊടുത്തിരിക്കും. ഇനി പ്രീതയുടെ നാശത്തിന്റെ തുടക്കമാണ്. അത് നാളെ മുതൽ. ഒന്നാമതേ നല്ല ഫിറ്റ് ആണ്, അതിന്റെ കൂടെ രണ്ടാമതും ഗ്ലാസ് ഫില്ല് ചെയ്യാണോ? അമ്മ നിങ്ങൾക്ക് ഒരു നാണോ അല്ലേ? ചെല്ല്, ഈ ഗ്ലാസ് ഇങ്ങതാ. ഈ ഗ്ലാസ് എങ്ങാനും എന്റെ കയ്യിൽ നിന്ന് എടുത്താലും ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാണ്. പിള്ളേരെ പോലെയാ വാശി പിടിക്കുന്നത്. പക്ഷെ ഞാൻ നിങ്ങളുടെ വാശി വകവെച്ച് തരില്ല. നിങ്ങൾ എനിക്ക് ആ ഗ്ലാസ് താ, എന്നിട്ട് അകത്തെ പോയി കിടക്ക്. അതെ, ഏതെങ്കിലും നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ ഇത്ര മണിക്ക് കിടന്നുറങ്ങണമെന്ന്? നോക്കൂ സാറേ, ഈ വീട്ടിൽ സന്തോഷം വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. അങ്ങനെ സന്തോഷം രണ്ടാമതും വരുമ്പോ രണ്ടാമതും സെലിബ്രേറ്റ് ചെയ്യണ്ടേടി മോളെ. അതുകൊണ്ട് രണ്ടാമതും കസർപ്പ് കുടിക്കുകയാണ്. മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല എന്റെ അമ്മേ. ചേച്ചി ഒന്നും ചെയ്യണ്ട, മറുപടി പറഞ്ഞാ മതി. മുത്തശ്ശി പറഞ്ഞത് ശരിയാ. മുത്തശ്ശി പറഞ്ഞേ ശരിയാ. എങ്കിൽ ശരി, നീ നിന്റെ പണി നോക്ക്, എന്നിട്ട് ഈ ഗ്ലാസ് എനിക്ക് താ. ഇല്ല ഇല്ല ചേച്ചി, അങ്ങനത്തെ ഒരു കാര്യമില്ല. വായിൽ നിന്ന് എന്തോ വന്നേ ഉള്ളൂ. ഗ്ലാസ് എടുക്കല്ലേ. മുത്തശ്ശി പറഞ്ഞത് തെറ്റാ, ചേച്ചി പറഞ്ഞത് കറക്റ്റാ, വളരെ കറക്റ്റ്. എന്റെ ഗ്ലാസ് എടുത്തോ. ഓ, ആശംസകൾ മോളെ, നീ തകർത്തു. എന്റെ ചക്കരക്കുട്ടി തകർത്തു കളഞ്ഞു. അതെ അതെ, നിങ്ങൾക്കും ആശംസകൾ. പക്ഷെ ഈ ആശംസകളൊക്കെ എന്തിനാ? എടി കള്ള കാന്താരി, ഇത്ര വലിയ കാര്യം നടത്തിയിട്ട് ഒന്നും അറിയാത്തതുപോലെ ഞങ്ങളോട് ചോദിക്കുകയാണ്. കാര്യം ഞാൻ പറഞ്ഞു തരാം നിന്നോട്. സത്യത്തിൽ നമ്മുടെ കുടുംബവും നമ്പ്യാർ കുടുംബവും പരസ്പരം ബന്ധുക്കളാവാൻ പോവാണ്. ഈ കാര്യത്തിന്റെ ആശംസകൾ അറിയിച്ചതാ. ഓ ഗോഡ്, ഇവരൊക്കെ എന്റെ സമീറിന്റെ കാര്യമാണോ പറയുന്നത്? അല്ല, അങ്ങനെയല്ല. ഒരു മിനിറ്റ്, ഭയങ്കര വലിയ തെറ്റിദ്ധാരണയായത്. അല്ല, ഒരു മിനിറ്റ്, നിങ്ങളോടൊക്കെ ആരാ ഇത് പറഞ്ഞത് ഒരു ബന്ധം ഉണ്ടാവാൻ പോവാണെന്ന്? രാഖി ചേച്ചിയുടെ ഫോൺ വന്നിരുന്നു. അവര് പറഞ്ഞു അവർക്ക് ഈ ബന്ധം സമ്മതമാണെന്ന്. എന്റെ ദൈവമേ, ഭയങ്കര വലിയ മിസ്അണ്ടർസ്റ്റാൻഡിംഗ്, ഭയങ്കര തെറ്റിദ്ധാരണയായത്. അമ്മ എന്റെ സമീറിന്റെയും കാര്യം രാധികാന്റോട് പറഞ്ഞു എന്നുള്ളത് ശരിയാ, പക്ഷെ അത് കല്യാണ കാര്യമല്ല. അപ്പോഴേക്ക് ഫോൺ വിളിച്ച് സമ്മതിച്ചോ? ഭഗവാന്റെ കൃപ കൊണ്ടാണ് അവര് കിരണിന്റെയും പ്രീതിയുടെയും കാര്യം ആലോചിക്കാഞ്ഞത്. അമ്മ, പക്ഷെ ഇത് തെറ്റിദ്ധാരണ മാത്രമല്ലേ? അമ്മ എന്താ വിചാരിക്കുന്നത്? ഞാൻ ആ വൃത്തികെട്ടവനെ കല്യാണം കഴിക്കുമെന്നോ? അതിന് ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. മുത്തശ്ശി, ഞങ്ങൾ തമ്മിൽ ലവ് അഫെയർ പോലും തുടങ്ങിയിട്ടില്ല. ഈ വർത്തമാനമൊക്കെ കേട്ടിട്ട് എനിക്ക് അങ്ങ് വയ്യാതെയായി. എന്തെങ്കിലുമൊക്കെ ഉറപ്പായിട്ടുണ്ടാവില്ലേ? അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ രാഖി നിന്റെ സമീറിന്റെ കാര്യം ആലോചിക്കുന്നത്? എന്തായാലും തീയില്ലാതെ ഒരിക്കലും പുകയുണ്ടാവില്ലല്ലോ, അല്ലേ അമ്മേ? നീ പറഞ്ഞത് വളരെ ശരിയാണ് സരള. നിന്റെ ഈ ഇളയ പുത്രി ഉണ്ടല്ലോ, ഇവളൊരു മിണ്ടാപ്പൂച്ചയാണ്. കണ്ണുമടച്ച് പാല് കുടിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായെന്ന് ആർക്കെങ്കിലും വല്ലതും അറിയാമോ? അത് മാത്രമല്ല മുത്തശ്ശി, ഈ കണ്ണുമടച്ച് പാല് കുടിക്കാന്ന് പറഞ്ഞ ഏർപ്പാട് ഭയങ്കര രസമുള്ളതല്ലേ? ആകാശത്തിനേക്കാൾ ഉയരം, സമുദ്രത്തിനേക്കാൾ ആഴം. അയ്യോ, ഓർക്കുമ്പോ തന്നെ കുളിര് പോരുന്നു. ജന്മജന്മാന്തരങ്ങളുടെ ബന്ധം. എന്റെ അമ്മേ, ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നുമില്ല. ഞാൻ ആടയിട്ട് പറയുവാ. നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? നിങ്ങൾ എല്ലാരും കൂടെ മുത്തശ്ശിയെങ്കിലും ഒന്ന് പറ മുത്തശ്ശി. എന്നാലും നല്ല കാര്യമല്ലേ അത്? ഇവളോട് തർക്കിച്ച് നിൽക്കാൻ ഒരാളെ കിട്ടിയില്ലേ? നിന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരാളെ. അതെങ്ങനെ നീയോ? ഈ വീട്ടിലെ എല്ലാവരും ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കല്ലേ? ഇത് ഭയങ്കര അനീതിയാണ്. ഇതിനർത്ഥം നിങ്ങൾ ആരും എന്നെ സ്നേഹിക്കുന്നില്ലെന്നാ? ഞങ്ങൾ എല്ലാരും നിന്നെ സ്നേഹിക്കുന്നുണ്ട്, സത്യം. ആരും സ്നേഹിക്കുന്നില്ല. അമ്മ പറയുന്നത് കള്ളവാ. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കോ? ഞങ്ങൾ സത്യമായിട്ട് നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, സത്യം. അയ്യോ, എന്തായാലും അമ്മേ പ്ലീസ്, എത്രയും വേഗം തെറ്റിദ്ധാരണയൊക്കെ മാറ്റിയെടുക്കണം, ഓക്കെ? അല്ലെങ്കിൽ ഭയങ്കര ലേറ്റ് ആയി പോവും. അമ്മ വിചാരിക്കുന്ന പോലെ അല്ല. പേടിച്ചിട്ട് എന്റെ ജീവൻ പോകുന്ന പോലെ ഉണ്ട്. മോട്ടോട്ടോ, എന്റെ സുന്ദരി, എന്റെ ചക്കരക്കുട്ടി. ശരി, പേടിക്കാതിരിക്കേ. എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന സുന്ദരച്ചക്ക, ഇങ്ങോട്ട് വാന്നേ. ഇല്ല സൃഷ്ടി. അതെന്താ? ഇങ്ങോട്ട് വാ. സൃഷ്ടി, വേണ്ട വേണ്ട. അയ്യോ, എന്തോ പറ്റി സമീർ? നീ ആരുടെ സ്വപ്ന കണ്ടേ? ചേട്ടാ, ആരുടെ അല്ല. ആഹാ, സ്വപ്നത്തിൽ ആരും വന്നില്ലേ? അപ്പൊ നീ വെറുതെ ഒച്ചയെടുത്തങ്ങ് വീണയാണോ? പറ മോനെ, നീ ആരെയാ സ്വപ്നം കണ്ടേ? അല്ലെങ്കിൽ ഞാൻ പോയി എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്നേ നീ സ്വപ്നം കണ്ട് താഴെ വീണുന്ന്. പിന്നെ എല്ലാവരുടെ മുന്നിൽ വെച്ച് നീ നിന്റെ സ്വപ്നം പറയേണ്ടി വരും. അതുകൊണ്ട് വേഗം പറഞ്ഞു നിന്റെ സ്വപ്നത്തിൽ ആരാ വന്നേന്ന്. അല്ലെങ്കിൽ വേണം ഞാൻ പോയി പറഞ്ഞു കൊടുക്കാം. അയ്യോ, ചേട്ടാ 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 ചേട്ടാ
സൃഷ്ടിയാ വന്ന സ്വപ്നത്തില്. വാട്ട്? അപ്പോ നീ സൃഷ്ടി ലൈനാണല്ലേ മോനെ? യു ഗൈസ് ആർ ഗോയിങ് അറൗണ്ട്? അല്ല ഏട്ടാ, സർ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായതാ. അതുകൊണ്ട് കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി ഞങ്ങൾ പ്രീതിയെ തപ്പി നടക്കുമായിരുന്നു. ഓ, അപ്പൊ ഞങ്ങൾ രണ്ടാളും പുറത്തായിരുന്നു. പക്ഷേ ഇത് പ്രീതിയുടെ അമ്മയോട് പറയായിരുന്നല്ലോ. ചേട്ടന്റെ കാര്യം പറഞ്ഞേ, സ്വന്തം ആവശ്യം പറ. എന്നുവെച്ചാ ഇത് തന്നെ. പ്രീതിയുടെ കൂടെ ഒരു ദിവസം മുഴുവൻ ഒട്ടിപ്പിടിച്ച് കറങ്ങി നടക്കാൻ മാത്രം എന്ത് ആവശ്യമാണുള്ളത്? അതിനുശേഷം രാത്രിയിലും കൂടി കറങ്ങി നടക്കാൻ കൊണ്ടുപോകുന്നുണ്ടല്ലോ. പരസ്പരം ഈ കമ്പനി ഇത്രയ്ക്ക് എൻജോയ് ചെയ്യുന്നുണ്ടോ? വാട്ട്സ് കുക്കിംഗ് ബ്രദർ? ലവ്? ലവ്? ആർ യു ക്രേസി സമീർ? Me and Preeta, we are just trying to solve a mission, that's it. ഇനിയെങ്ങാനും നിങ്ങളുടെ മിഷൻ മറന്ന് സ്വന്തം മിഷൻ പാർട്ണറെ ചേട്ടന്റെ ലൈഫ് പാർട്ണറാക്കി കളയോ? ചേട്ടനാള് മിടുക്കനല്ലേ? എടാ നിന്റെ പിരി ലൂസ് ആയോ സമീർ? പ്രീത ആൻഡ് മീ നല്ല കാര്യമായി. അവൾ എന്റെ ടൈപ്പ് ഒന്നും അല്ല. എന്താ ചേട്ടന്റെ ടൈപ്പ്? I mean, he's not hot shot types, you know, the kind of girls that I like. അത് മാത്രമല്ല, അല്പം ജാടയുള്ള പെൺപിള്ളേരെ ചേട്ടന് ഇഷ്ടമല്ലല്ലോ, റൈറ്റ്? എക്സാക്ട്ലി. അത് മാത്രമല്ല, ആ പ്രീതിയിൽ ഇഷ്ടപ്പെടാൻ മാത്രം എന്താടാ ഇരിക്കുന്നത്? ശരി, നീ ഒരു കാര്യം പറയാ. ആ സൃഷ്ടി പിന്നെ നിന്നെ ഈ സമീർ അവന്റെ ഫീലിങ്സ് മറച്ചു വെക്കാൻ വേണ്ടി ടോപ്പിക്ക് എന്നെ മാറ്റിക്കടന്നു. അതിന്റെ അർത്ഥം സൃഷ്ടിയോട് അവൻ എന്തൊക്കെ ഉണ്ടെന്നാ? ഓ ഗോഡ്, ഇനിയും എന്തൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടി വരും എനിക്ക്. ഷേളിനെ പറ്റി, സമീർ, സൃഷ്ടിയെ പറ്റി, പിന്നെ ആ ഹോറിബിൾ പൃഥ്വിയെ പറ്റി. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? ആ പൃഥ്വി എന്ന് പറയുന്നവനാണെങ്കിൽ അത്ര ശരിയുമല്ല. ചുമ്മാതെ നല്ലവിള ചമയാവൻ. ഉറപ്പായിട്ട് അവൻ എന്തോ കുഴപ്പമുണ്ട്. നന്മയുടെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് എല്ലാവരെയും പറ്റിക്കുക. ഇനിയൊരു പക്ഷേ എന്റെ അസൂയ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. നോ, ഐ തിങ്ക് എനിക്ക് പ്രീതിയെ പറ്റി കൺസേൺ ഉള്ളതുകൊണ്ടായിരിക്കും. അവൾ എങ്ങനെയോ ആയിക്കോട്ടെ, തെറ്റായിട്ടുള്ള ആളുമായിട്ട് അവളുടെ കല്യാണം നടക്കാൻ പാടില്ല. പിന്നെ എന്റെ ഗട്ട് ഫീലിംഗ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പൃഥ്വി നല്ലവനായിട്ട് നടക്കുകയാണെന്നാ. കാരണം ഒരു സാധാരണ വ്യക്തിക്ക് ഇത്ര പെർഫെക്റ്റ് ആവാൻ കഴിയില്ല. ഇന്ന് രാവിലെ കഴിക്കാൻ പൂരി ഉണ്ടാക്കല്ലേ അമ്മേ? ജാനകി ഒരു കാര്യം ചെയ്യ്, സൃഷ്ടിയെയും പ്രീതിയെ ഉണർത്ത്. ഇപ്പോഴും നല്ല ഉറക്കാരാണ്. ഉണർത്താനോ? വിളിച്ചാലുടൻ ഉണരുന്ന ടീമാ. ആ സൃഷ്ടിയെ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കണം. എന്നാ അങ്ങനെ ചെയ്യ്. ജാനകി ഒന്ന് നോക്കിയേ, ഇത്ര രാവിലെ ആരാ വന്നെന്ന്? ആരായിരിക്കും ഇത്ര രാവിലെ തന്നെ? ആഹാ, നിങ്ങളോ? നമസ്കാരം. നമസ്തേ. വരൂ. നമസ്കാരം. വരൂ മോനെ. നന്നായി വരും. അമ്മയ്ക്കോ? വാ. നന്നായി വരും. മതി മോനെ, ഇരിക്കൂ. നിന്റെ ഹസ്ബൻഡ് വന്നില്ലേ? അദ്ദേഹം ജോലിക്ക് പോയിരിക്കുക. സരള, എന്തേ? സോറി, ഇത്തരത്തിൽ പറയാതെ പെട്ടെന്ന് വരേണ്ടി വന്നു. പക്ഷെ കാര്യം കുറച്ച് അത്യാവശ്യമായിരുന്നു. നിങ്ങളുമായി സംസാരിച്ച് തീരുമാനിക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അതാ വന്നത്. അയ്യോ, ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇത് നിങ്ങളുടെ വീടാണ്, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വരാം. അത് പിന്നെ രാവിലെ ഭക്ഷണത്തിനുള്ള ഒരുക്കമായിരുന്നു, അതാ ഇങ്ങനെ. ദൈവമേ, ഇവര് രാവിലെ തന്നെ വന്നിരിക്കുകയാണല്ലോ. പ്രീതിയും സൃഷ്ടിയാണെങ്കിൽ ഇപ്പോഴും ഉറക്കത്തിലാണ്. അതെ, ഞാൻ ഇപ്പൊ വരെ. ഒരു മിനിറ്റ് അമ്മ, ഞാൻ ഇപ്പൊ വരെ. പ്രീത, നന്നായി മോളെ, നീ കുളിച്ച് റെഡിയായല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് വാ. വരാമേ, ഞാൻ ചായ കുടിച്ചിട്ട്. ചായ പിന്നെ കുടിക്കാം. പുറത്ത് പൃഥ്വി അവന്റെ അമ്മയും വന്നിട്ടുണ്ട്. വാ. എന്താ ഈ സമയത്ത്? അറിയില്ല, എന്തെങ്കിലും കാര്യം ഉണ്ടാവും, അതാ വന്നത്. നീ പെട്ടെന്ന് ഇത് നോക്കിയേ. സൃഷ്ടി, ഇവൾ ഉണരുന്നില്ലല്ലോ, മൂടി പൊതിച്ച് കിടക്കുക. നീ ഇവളെ പെട്ടെന്ന് ഉണർത്തി ബ്രഷ് ചെയ്യിപ്പിച്ചിട്ട് അവരുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പറയണേ. പെട്ടെന്ന്. സൃഷ്ടി, എണീക്ക് സൃഷ്ടി. എനിക്കറിയാം നിന്നെ എങ്ങനെ ഉണർത്തണമെന്ന്. സൃഷ്ടി, എണീക്ക്. പുറത്ത് സമീർ വന്നിട്ടുണ്ട് നിന്റെ വിവാഹകാര്യം പറയാനായിട്ട്. എന്താ? അവനോട് ഇവിടെ ഉണ്ടോ? ഞാനെന്താ ശബ്ദം കേട്ട? സമീർ വന്നിട്ടൊന്നുമില്ല. നീ പെട്ടെന്ന് ഉണരാൻ വേണ്ടിയിട്ട് ഞാനൊരു നമ്പർ ഇട്ടതല്ലേ. എന്താ ചേച്ചി ഇങ്ങനെ പേടിപ്പിക്കുന്ന വാർത്തയൊക്കെ കേൾപ്പിച്ച് ആരെങ്കിലും എണ്ണിപ്പിക്കോ? ശരി, എണീക്ക്.
പുറത്ത് പൃഥ്വി അവന്റെ അമ്മയും വന്നിട്ടുണ്ട്. എനിക്ക് ഞാൻ പുറത്തേക്ക് പോകും. എന്തിനാ? അതെന്തിനാണെന്ന് എനിക്കറിയില്ല. അമ്മ പറഞ്ഞു രണ്ടാളും റെഡിയായിട്ട് അങ്ങോട്ട് ചെല്ല. അവര് കാത്തിരിക്കാം. എനിക്ക് വാ. എന്റെ ദൈവമേ, ഈ കൊച്ചു വെളുപ്പാൻ കാലത്തൊക്കെ ആരെങ്കിലും ആരുടെങ്കിലും വീട്ടിൽ കയറി ചെല്ലുവോ? കുട്ടികൾ രണ്ടുപേരും വരുന്നുണ്ട് കേട്ടോ. ആന്റി വൺസ് അഗൈൻ സോറി. എനിക്കറിയാം നിങ്ങൾക്ക് അമ്പരപ്പുണ്ടാകും ഞങ്ങളിങ്ങനെ പെട്ടെന്ന് വന്നതില്. ഞങ്ങള് വിവരം കൈമാറാൻ ആഗ്രഹിച്ചു. ഇവിടുത്തെ നമ്പറിലേക്ക് ഒരുപാട് തവണ വിളിച്ചു, ബട്ട് കോള് കണക്ട് ആയില്ല. പക്ഷേ ഓ നോക്കിക്കേ, ഈ റിസീവർ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, ശ്രദ്ധിച്ചില്ല. ഞങ്ങളുടെ തെറ്റ് കാരണം നിങ്ങൾക്ക് രാവിലെ ടെൻഷൻ ആയല്ലേ? അയ്യോ അത് സാരമില്ല ആന്റി. ആന്റി ഇതിനെ സോറി പറയുന്നേ? അതും ഈ ചെറിയ കാര്യത്തിന്? ഇതൊക്കെ സംഭവിക്കുന്നല്ലേ. ആന്റി ക്ഷമ ചോദിച്ച് ഞങ്ങളെ കൊച്ചാക്കരുത് പ്ലീസ്. അതെ ജാനകി, പോയി ഇവർക്ക് ചായ കൊണ്ടുവാ. ഇതേ നോക്കിയേ, പ്രീതിയെ സൃഷ്ടി എത്തിയല്ലോ. ഹലോ ആന്റി. ഹായ് പൃഥ്വി ചേട്ടാ. ഹായ്. നമസ്കാരം. നമസ്തേ. ഞാൻ എല്ലാവർക്കും ചായ എടുത്തോണ്ട് വരാം. അവിടെ പോയിരിക്കും. മോളിങ്ങോട്ടിരിക്കേ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കെന്റെ വാക്ക് വിചിത്രമായി തോന്നാം, പക്ഷെ എന്തെന്നോ, ഞങ്ങളുടെ കുടുംബത്തിനൊരു ഗുരുജിയുണ്ട്. അദ്ദേഹം അറിയപ്പെടുന്ന പണ്ഡിതനാണ്. ഞങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വലിയ സ്ഥാനം നൽകുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു പ്രീതിയുടെയും പൃഥ്വിന്റെയും വിവാഹകാര്യം. അദ്ദേഹം പറഞ്ഞു എല്ലാം മംഗളമായി തീരുമെന്ന്. പക്ഷെ ഇത്രമാത്രം, കല്യാണം നാളെ നടത്തണം. നാളെയോ? നാളെ കല്യാണോ? ഇല്ല, പേടിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് വിവാഹം നടത്താൻ കഴിയില്ല. പൃഥ്വി ഞങ്ങളുടെ ഒറ്റ മോന. ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് അവന്റെ വിവാഹം ആർഭാടപൂർവമായി നടത്താൻ. ഞങ്ങൾ ഗുരുജിയോട് പറഞ്ഞു തയ്യാറെടുപ്പിനായി കുറച്ച് സമയം വേണമെന്ന്. പക്ഷെ ഗുരുജി പറഞ്ഞു വിവാഹവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ചടങ്ങ് നാളെ പൂർത്തിയാക്കണമെന്ന്. അദ്ദേഹത്തിന്റെ കണക്ക് പ്രകാരം നാളെ ഈ വിവാഹത്തിന്റെ എന്തെങ്കിലും ഒരു നീക്കം നടത്തിയില്ലെങ്കിൽ അടുത്ത 2 വർഷത്തേക്ക് ഈ വിവാഹം നടക്കില്ല. നിങ്ങൾ കൂടി സമ്മതിച്ചാൽ നാളെ നമുക്ക് നിശ്ചയം നടത്താം. പിന്നെ കല്യാണം 2 വീട്ടുകാർക്കും അനുയോജ്യമായി ഒരു തീയതി നോക്കി നടത്താം. നിങ്ങൾ ശരിയാണ് പറയുന്നത്. നാളെ തന്നെ നിശ്ചയം നടത്താം അല്ലേ? ശരിയാ, നാളെ നിശ്ചയം നടത്താം. ആശംസകൾ ആശംസകൾ. അഭിനന്ദനങ്ങൾ. അഭിനന്ദനങ്ങൾ. നാളെ തന്നെ നിശ്ചയം നടത്താം. നിങ്ങളും അമ്മയും പറയുന്നതല്ലേ? അഭിനന്ദനങ്ങൾ മോളെ. നന്നായി വരും മോനെ. ചായ കൊണ്ടുവാ, കുറച്ച് മധുരം കൂടി എടുത്തോ. നോക്കി നല്ല ചൂടുണ്ട് മോളെ. ഇതാ നല്ല ചൂടായിട്ടുള്ള ചായ വന്നിട്ടുണ്ട്. ആന്റി ദാ ചായ. ആദ്യം ആന്റിക്ക് തന്നെ. താങ്ക് യു. മുത്തശ്ശി, ആ അമ്മേ എന്റെ ചായ അവിടെ വെച്ചേക്ക്, ഞാൻ പിന്നെ കുടിച്ചോളാം. എന്റെ ഷെർലിനാണ് പറഞ്ഞത് നിന്നെ വിവാഹം കഴിച്ച് എന്റെ കാൽ ചൂട്ടിലാക്കാൻ. ഈ ബന്ധം നിന്നെ കഷ്ടപ്പെടുത്താൻ ഇരിക്കുന്നതേ ഉള്ളൂ. നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. നിന്നെ എന്താ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോ പ്രീത. നിനക്കെല്ലാവരും രക്ഷിക്കണമല്ലേ? ഞാനൊന്ന് നോക്കട്ടെ ഇനി നിന്നെ ആരെ രക്ഷിക്കുക എന്ന്. പിന്നെ ഈ ചായ പൃഥ്വി ചേട്ടനുള്ളതാ. ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഐസ് ബാഗ് കൊണ്ടുവരട്ടെ. കൈ പൊള്ളിയോ മോനെ? കുഴപ്പമില്ലല്ലോ. അയ്യോ ഇല്ല, ആരും പേടിക്കണ്ട. എനിക്ക് ഒരു കുഴപ്പമില്ല. ചെറുതായിട്ടൊന്ന് പൊള്ളി, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. എന്ത് പണിയാ സൃഷ്ടി ഇത്? ഒന്ന് ശ്രദ്ധിച്ചു കൊടുത്തൂടെ ചായ? എന്തൊരു അശ്രദ്ധയാ ഇത്, കൊച്ചുകുട്ടികളെ പോലെ. അവന്റെ കൈ പൊള്ളിയില്ലേ? അമ്മേ, ഞാൻ മനഃപൂർവ്വം ചെയ്തല്ലോ. ചേച്ചി ഒന്ന് പറ, ഞാൻ മനഃപൂർവ്വം ചെയ്തല്ല. ആന്റി, അവള് സത്യ പറയുന്നത്. അല്ല മോനെ, അത് പിന്നെ തെറ്റ് അവളുടേതല്ല, എന്റേതാ. ആക്ച്വലി ഞാൻ ചായ വാങ്ങാനെ കൈനീട്ടിയെങ്കിലും ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. അതാണ് ചായ എന്റെ കയ്യിലേക്ക് വീണത്. അതായത് ഞാൻ നാളത്തെ കാര്യങ്ങൾ ചിന്തിച്ചപ്പോൾ എല്ലാം മറന്നുപോയി. പിന്നെ ആന്റി, എന്റെ ഭാവി അനിയത്തെ വഴക്ക് പറയരുത്. എനിക്കത് ഒട്ടും ഇഷ്ടപ്പെടില്ല. താങ്ക് യു. ഇറ്റ്സ് ഓക്കേ. പൃഥ്വി ശരിക്കും നല്ലൊരു മനുഷ്യനാ. തെറ്റ് സ്വയം ഏറ്റെടുത്ത് സൃഷ്ടിയെ രക്ഷിക്കല്ലേ ചെയ്തത്. ഹാൻഡ് വാഷ് ചെയ്യാൻ എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. ഓ പ്രീത ഒരു കാര്യം ചെയ്യുമോളെ, പൃഥ്വി അകത്ത് ബാത്റൂമിൽ കൊണ്ടുപോകും. പിന്നെ ആ പുതിയ ടവൽ എടുത്തോ. വരൂ പൃഥ്വി, അവിടെയാ. ചെല്ലു മോനെ. I will be right.
എത്ര ചിരിക്കാനുണ്ടോ അത്രയും ചിരിച്ചോളൂ പ്രീത. എന്തായാലും ഞാനുമായുള്ള വിവാഹം കഴിയുന്നതോടെ നിന്റെ മുഖത്ത് നീ ചിരി പതിയെ പതിയെ മാഞ്ഞു പോകും, എന്നേക്കുമായി. പിന്നെ ഇതുപോലുള്ള ടവലുകൾ നിനക്ക് വേണ്ടി വരും, ദിവസവും നിന്റെ കണ്ണീര് തുടയ്ക്കാൻ. ഇതേ ടവല്. താങ്ക് യു. പ്രീത, നിന്നോട് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. എന്താ? നോക്ക്, നീ ഞാനുമായി ഒരു പുതിയ ജീവിതം തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ്. ഞാൻ ആഗ്രഹിക്കുകയാണ്, ഏത് ജോലി കൊണ്ടാണ് നീ ഇതുവരെ വളരെ ബിസി ആയിരുന്നത് അതെല്ലാം ഉപേക്ഷിച്ച് നീ നമ്മുടെ വിവാഹത്തിനും അനുബന്ധ ചടങ്ങുകൾക്കും ഫോക്കസ് നൽകണമെന്ന്. നീ എത്രയും പെട്ടെന്ന് വധുവാകേണ്ട ആളാണ്. വീട്ടിൽ നിന്നൊന്ന് വിശ്രമിക്കുക. പിന്നെ കല്യാണത്തിന്റെ കാര്യങ്ങളിൽ കുറച്ചൊക്കെ അമ്മയെ അനിയത്തെ അധികം സഹായിക്കുക. കൂടുതൽ പുറത്തൊക്കെ കറങ്ങേണ്ട ആവശ്യം എന്താണ്? എനിക്കറിയാം നിങ്ങൾ എന്തുകൊണ്ട് അത് പറയുന്നതെന്ന്. ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം. പക്ഷേ ഒരു കാര്യം ഒഴിച്ച്, ആ കാര്യം എനിക്ക് പൂർത്തിയാക്കാനുണ്ട്. അങ്ങനെന്ത് ജോലിയാണ് നമ്മുടെ വിവാഹത്തെക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ട്? പ്രീത, എന്താ സൈലന്റ് ആയത്? നോക്ക്, നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ എന്നോട് ഷെയർ ചെയ്യാം. ഇൻഫാക്ട് എനിക്ക് തോന്നുന്നു നീ അത് ഷെയർ ചെയ്യണമെന്ന്. ആക്ച്വലി ആ കാര്യം അത്ര സീരിയസ് ഒന്നുമല്ല. അത് എനിക്കൊരു പേഷ്യന്റ് ഉണ്ട്, അവർക്ക് കാലിന് തീരെ സുഖമില്ല. അവരോട് ഞാൻ പ്രോമിസ് ചെയ്തിട്ടുള്ളതാ അവരുടെ ട്രീറ്റ്മെന്റ് ഞാൻ പൂർത്തിയാക്കുമെന്ന്. അതുകൊണ്ട് അവരുടെ കാര്യം നോക്കണം, അത്രേ ഉള്ളൂ. ആ ടവലിങ് തന്നേക്ക്. ഈ പെണ്ണുണ്ടല്ലോ, അവൾ ഷെർലിനുമായുള്ള പ്രശ്നം എന്നിൽ നിന്ന് മറയ്ക്കുകയാണ്. എന്റെ മുന്നിൽ സ്മാർട്ട് കളിക്കുകയാണ്. വലിയൊരു സൂത്രശാലി. ഈ പൃഥ്വി നിന്നെക്കാൾ വലിയ സൂത്രശാലിയാണ്. നീ നോക്കിക്കോ, നിന്റെ ഉള്ളിലെ വിശ്വാസം ഞാൻ നേടും. പിന്നെ നീ തന്നെ വന്ന് എല്ലാം എന്നോട് പറയും. നിന്റെ എല്ലാ പ്ലാനും എനിക്ക് മുന്നിൽ തുറക്കപ്പെടും. അതിനുശേഷം നീ എന്റെ ഷെർലിനെ ഒരിക്കലും തോൽപ്പിക്കില്ല. കാരണം ഞാൻ നിന്റെ എല്ലാ പ്ലാനുകളും അവളെ അറിയിച്ചുകൊണ്ടിരിക്കും. ഓ യാ, ഓഫ് കോഴ്സ്, വൈ നോട്ട്? ഐ ക്യാൻ ടോട്ടലി അണ്ടർസ്റ്റാൻഡ്. നിനക്ക് നിന്റെ പേഷ്യന്റെ കാര്യം ശ്രദ്ധിക്കണം. പിന്നെ വളരെ തിരക്ക് പിടിച്ച് വളരെ വേഗത്തിൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ വിവാഹം നടത്താൻ പോവുകയാണ്. അതുകൊണ്ട് എന്റെ ഫ്രണ്ട് സർക്കിളിലുള്ള എല്ലാ ഫ്രണ്ട്സിനെയും എനിക്ക് വിളിക്കണം. അതുപോലെ തന്നെ നീ നിന്റെ ഫ്രണ്ട്സിനെയും വിളിക്കണം. പിന്നെ ആ കിരൺ, സമീർ ആൻഡ് രോഹിത്, ഇവരെ വിളിക്കാൻ മറക്കരുത്. ഓക്കെ? ഐ വിൽ സീ യു. കിരണിനെയും സമീറിനെയും പറ്റി നേരത്തെ കണ്ടിട്ടുണ്ട്. പക്ഷെ രോഹിത് സാർ എന്റെ നല്ല സുഹൃത്താണെന്ന് അതെങ്ങനെയാ അറിഞ്ഞത്?